ഞാൻ ഓൾറെഡി കണ്ടതാ. കണ്ടാണ്. ഈ പറയുന്ന വിവാദങ്ങളോട് ഇനി യാതൊരു ബന്ധവുമില്ല. കലാകാരന്റെ കലയായിട്ട് കാണുക. കട്ടിങ്ങിന് മുമ്പ് കാണാൻ വേണ്ടിയിട്ടാണ്. കട്ട് ചെയ്തിട്ടില്ല, പേടിക്കണ്ട. അല്ല ഇന്നോട്ട് അൺകട്ട് ഇന്ന് കട്ട് ചെയ്തിട്ടില്ല, ഇന്നൊന്നും കട്ട് ചെയ്യില്ല. എന്തായാലും കാണണം. പറ്റുവാണെങ്കിൽ സെൻസർ ചെയ്ത് കഴിഞ്ഞുള്ള വർഷം കൂടെ കാണണം. വിഷയം കാണാൻ പോകുന്നു. അപ്പൊ ഇന്നത്തെ ദിവസവും എമ്പുരാനുള്ള തിരക്കാണ് ഇവിടെ കാണുന്നത്. എമ്പുരാൻ സിനിമ കാണാനുള്ള ആളുകളുടെ തിരക്കാണ്. തിയേറ്ററിലേക്ക് ആളുകൾ കയറുന്നത് നമുക്ക് കാണാം. അപ്പോൾ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. രാവിലെ മുതൽ തന്നെ ഷോ ഉണ്ടായിരുന്നു. സിനിമ കാണാനുള്ള തിരക്ക് നമുക്ക് കാണാം. സിനിമ കണ്ടേക്കാന്ന് തീരുമാനിച്ചല്ലേ? അല്ലേ? എന്താണ് അങ്ങനെ വലിയ വിവാദം നിൽക്കുമ്പോൾ കാണാൻ തന്നെ തീരുമാനിക്കുവാണ്? സിനിമ കാണണം അല്ല, സിനിമ വിവാദങ്ങളൊന്നുമില്ല. നമുക്ക് കാണണം അല്ല? എവിടെ നിന്ന് വരുന്നത്? ഇവിടെ തന്നെ എറണാകുളത്ത്. ഇന്നാണ് ടിക്കറ്റ് കിട്ടിയത്? അല്ലല്ല, ഞാൻ ഓൾറെഡി കണ്ടതാ. കണ്ടാണ് ഫാമിലി. അപ്പൊ കണ്ടവര് വീണ്ടും കാണുന്നു. ഇന്നത്തെ നല്ല പടമാണ്. ഞാൻ കണ്ടില്ല, ആദ്യമായിട്ട് വരുന്നതാണ്. ഈ ഇടയ്ക്ക് കുറെ സീനൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. അതിന് മുമ്പ് കാണാൻ വേണ്ടിയാണ്. അതിന് മുമ്പ് കാണാൻ അല്ലേ? അതിന് മുമ്പ് കാണാനുള്ള പരിപാടിയാണ്. പെട്ടെന്ന് തന്നെ എടുത്ത്. അല്ല, ഒന്ന് കണ്ടിട്ട് ഇനിയിപ്പോ പോയി കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ OTT വന്നാലേ നമുക്ക് കിട്ടുള്ളൂ. അത് വേണ്ട, നമുക്ക് കാണാം. അത്ര ഇഷ്ടപ്പെട്ടു. അതെ, ഇതാണ് സിനിമ ഇഷ്ടപ്പെട്ടവർ തന്നെയാണ് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ ഫാമിലിയൊക്കെ ആയിട്ട് ആളുകൾ വരുന്നുണ്ട്. സിനിമ നേരത്തെ കണ്ടിരുന്നോ? ഇല്ല, ഫസ്റ്റ് ഇന്ന് കാണാൻ വേണ്ടി തീരുമാനിച്ചു അല്ലേ? അത് കട്ടിങ്ങിന് മുമ്പ് വരാൻ വേണ്ടിയായിരുന്നു. കട്ടിങ്ങിന് മുമ്പ് കാണാൻ വേണ്ടിയിട്ടാണ്. എന്താണ് സിനിമ കാണാൻ തീരുമാനിച്ചത്? പെട്ടെന്ന് എന്തായാലും കാണണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ടിക്കറ്റൊക്കെ അവൈലബിൾ ആയപ്പോൾ കാണാന്ന് വെച്ചിറങ്ങി. ഇങ്ങനെ വിവാദങ്ങൾ ചില സീനുകൾ കട്ട് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിന് മുമ്പേ കാണണല്ലോ. അതിന്റെ ഒരു തിരക്കാണ് ഇന്ന്. അതെ. ഓക്കെ, സിനിമ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയും. എന്തായാലും സിനിമ കാണാനുള്ള മോനെ, എങ്ങനെയാണ് സിനിമ? കാണാൻ പോകുന്നു. അല്ല, ഒത്തിരി പ്രതീക്ഷയോട് കൂടിയാണോ? കട്ട് ചെയ്യണതിന് കാണുന്നുണ്ടായിരുന്നു, പക്ഷെ സാധിച്ചില്ല. കട്ട് ചെയ്തിട്ടില്ല, പേടിക്കണ്ട. അല്ല ഇന്നോട്ട് അൺകട്ട്. ഇന്ന് കട്ട് ചെയ്തിട്ടില്ല, ഇന്നൊന്നും കട്ട് ചെയ്യില്ല. സന്തോഷം. കട്ട് ചെയ്തിട്ടില്ല, ധൈര്യമായിട്ട് കണ്ടോ? ധൈര്യമായിട്ട് കാണുക. കട്ട് ചെയ്തിട്ടില്ല. നല്ല പ്രതീക്ഷ. എവിടെ പെരുമ്പാവൂരിന്ന് ഇവിടെ പെരുമ്പാവൂർ ടിക്കറ്റ് കിട്ടിയില്ലേ? അല്ല, ഇവിടെ ബുക്ക് ചെയ്ത കൂട്ടുകാരനൊപ്പം അല്ലേ? നല്ല പ്രതീക്ഷയുണ്ട്, നല്ല സിനിമയായിരിക്കും. എല്ലാരും പറഞ്ഞു കേട്ടാൻ അഭിപ്രായം ഉണ്ടല്ലോ. എന്നാലും നമുക്ക് കാണണം അല്ലേ? പറയൂ. ശുഭപ്രതീക്ഷ അല്ലേ? വിഷയം കാണാൻ പോകുന്നു. ഒരു പ്രാവശ്യം കണ്ടാണോ? അപ്പൊ ഒരു പ്രാവശ്യം അല്ലേ? അപ്പൊ ഇത് ഗംഭീര അഭിപ്രായമാണ് കേട്ടോ. ഗംഭീര അഭിപ്രായമായിട്ടാണ് സിനിമയ്ക്ക് ആളുകൾ കയറുന്നതാണ് കാണുന്നത്. ഈ സിനിമ ആ രീതിക്ക് തന്നെ ഒന്നും കൂടെ കാണണം എന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ് ആളുകൾ കയറുന്നത്. ആ തിയേറ്ററിലേക്ക് നോക്കുക, അവിടെയും അതേപോലെ തിരക്കാണ് കേട്ടോ. അതേപോലെ തിരക്കാണ് ആളുകൾ. അവിടെയും എമ്പുരാനാണ്, ഇവിടെ എല്ലാ സ്ക്രീനിലും എമ്പുരാനാണ്. അപ്പം വലിയ തിരക്കനുഭവം വെച്ചാൽ കട്ടിങ്ങിന് മുമ്പ് തന്നെ കാണണം എന്നുള്ള പ്രതീക്ഷയിലാണ്. എന്താണ് ഇന്ന് തന്നെ കാണാൻ തീരുമാനിച്ചല്ലേ? അതെ. കട്ട് ചെയ്യുന്നതിന് മുമ്പ് കാണാനുള്ള പരിപാടിയാണോ? അതല്ലേ? നേരത്തെ കണ്ടിരുന്നോ? ഇല്ല, കണ്ടില്ല. അല്ലേ? എങ്ങനെ? എന്തായാലും കാണണം. പറ്റുവാണെങ്കിൽ സെൻസർ ചെയ്ത് കഴിഞ്ഞുള്ള വർഷം കൂടെ കാണണം. 2 വർഷം. അതാണ് ആ സിനിമ എന്തൊക്കെയാണെന്ന് അറിയണമല്ലോ. ചേച്ചിയുടെ അഭിപ്രായം എന്താണ്? അതെ, സെയിം. നല്ല പ്രതീക്ഷ, നല്ല ആവട്ടെ എന്ന് വിചാരിക്കുന്നു. ഇന്ന് കാണും, സെൻസർ കഴിഞ്ഞ് കട്ടിങ് കഴിഞ്ഞ് വീണ്ടും ഒന്നുകൂടെ കാണും. ആദ്യം കട്ട് ചെയ്യാതെ കാണും. അതെ. വീണ്ടും കാണും. അതെ. ഇതാണ് കട്ട് ചെയ്യാതെ കാണുന്നു, കട്ട് ചെയ്തിട്ട് അതേ നോക്ക് തിരക്ക് നോക്കി. ഇതാണ്. എന്തായാലും സിനിമ കാണാൻ ആ മാതിരി തിരക്കുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രേക്ഷകർ ഇവിടെ ഇടിച്ചു കയറുകയാണ്. അത്രമാത്രം ആളുകൾ സിനിമ കാണാൻ ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ എല്ലാ തിയേറ്ററിലും, ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ തിയേറ്ററിലും അതിൻ്റെ ബുക്കിങ്ങും അതിൻ്റെ തിരക്കും അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോഴും സിനിമയ്ക്ക് വേണ്ടി ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് പ്രതീക്ഷ? എങ്ങനെയാണ്? നല്ല പ്രതീക്ഷയുണ്ട്. നല്ല പ്രതീക്ഷ. ഒരു മടി എന്താണ്? ഒന്നുമില്ല. ഇല്ല അല്ലേ? സിനിമ ഇന്നാണ് കാണുന്നത് അല്ലേ? എങ്ങനെയാണ് പറയുക? ആദ്യമായിട്ട് കാണണം. അല്ല, കട്ട് ചെയ്യാൻ പോണു, അതൊക്കെ അതിന് മുമ്പ് കാണാന്ന് വെച്ചു അല്ലേ? പക്ഷെ അറിഞ്ഞില്ല. അല്ല, കട്ട് ചെയ്തിട്ടില്ല, ധൈര്യമായിട്ട്. ഇനി അപ്പൊ ഒന്നും കൂടെ കാണേണ്ടി വരും. കട്ട് ചെയ്ത് കാണാൻ വേണ്ടി വരേണ്ടി വരുമല്ലോ. അതിനും പറഞ്ഞല്ലേ? ഇതാണ് കട്ട് ചെയ്ത്. ഞാൻ 3 പ്രാവശ്യം കണ്ട് അതിന്റെ വൈബ് ഇട്ടുണ്ട്. ഒന്ന് ഹൈദരാബാദിൽ കണ്ടു, ഇനി കൊച്ചി കാണണം, തിരിച്ചുവിടും കാണണം. അപ്പൊ കട്ട് ചെയ്തിട്ട് പിന്നെയും കാണണം. ഒന്നുകൂടെ കാണണം. സെക്കൻഡ് ടൈമിലാണ് നന്നായിട്ട് മനസ്സിലായെന്നാ പറഞ്ഞു. ഓക്കെ, അതാണ്. എങ്ങനെയാണ്? ഫസ്റ്റ് ടൈം. എല്ലാരും ഫസ്റ്റ് ടൈം ആണോ? അല്ലെ, ഫസ്റ്റ് ടൈം കാണുമ്പോഴും കുറെ വിവാദം കേൾക്കുന്നുണ്ടല്ലോ. കട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിന് മുമ്പ് ഒന്ന് കാണണമെന്നുള്ള തീരുമാനമാണോ? അപ്പൊ കാണും. ഞങ്ങള് ഇന്നലെ കണ്ടതാണ്. അപ്പൊ ഇന്ന് പെട്ടെന്ന് വന്ന് നേരത്തെ ബുക്ക് ചെയ്തിരുന്നതാണ്. ഇന്നലെ ഞങ്ങൾ കട്ട് ചെയ്യുന്നതാണ്, ഇന്നലെ പോയി കണ്ടതാണ്. നല്ല മേക്കിംഗ് ആണ്. അതല്ലേ? ഓക്കെ. അപ്പൊ ആ രീതിക്കാണ് ആളുകൾ ഇങ്ങനെ തിയേറ്ററിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അഭിപ്രായമാണ്. അമ്മ സിനിമ കണ്ടോ? കാണാൻ വേണ്ടി വരാം. എവിടെന്നാ വരുന്നത്? കല്ലൂരിന്ന്. അപ്പൊ ഇന്ന് കാണാന്ന് വെച്ചു അല്ലേ? അപ്പം അമ്മയൊക്കെ സിനിമ കാണാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്.
എങ്ങനെയാണ്? കുറച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടല്ലോ, സത്യമാണോ നമുക്കൊന്ന് അറിയണമല്ലോ നമുക്ക്. അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതുകൊണ്ട് വന്ന് കാണണത്. അതല്ലേ? തീർച്ചയായും വളരെ എക്സൈറ്റഡ് ആണ്, കാണാനുള്ള ആകാംക്ഷയിലാണ്. അതല്ലേ, കാണാനുള്ള ആകാംക്ഷയിലാണ്. എങ്ങനെയാണ് സിനിമ കാണാൻ വന്നാണോ? കണ്ടു കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി പടം. പൃഥ്വിരാജിന്റെ മേക്കിംഗ് സൂപ്പർ. ഇതുപോലൊരു ഡയറക്ടർ ഇനി കിട്ടാനില്ല മലയാളത്തില്. അത്ര നല്ല പടം. പിന്നെ മഞ്ജു വാര്യർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല പവർഫുൾ റോളാണ് അതിനകത്ത് ചെയ്തേക്കുന്നത്. ഈ പറയുന്ന വിവാദങ്ങളോട് ഇനി യാതൊരു ബന്ധവുമില്ല. പടം നല്ല അടിപൊളി മേക്കിംഗ്, അത്ര എനിക്ക് പറയാനുള്ളൂ. അല്ല പിന്നെ കട്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നത്, അങ്ങനെയൊന്നും കട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ? ഒന്നും തന്നെ ഇല്ല. ഈ പറയുന്ന യാതൊരു പ്രശ്നങ്ങളും ഇതിനകത്തില്ല. ഇതൊരു ഫിലിമായിട്ട് കണ്ട നല്ല ആസ്വാദനമുള്ളൊരു പടമാണ്. എല്ലാവരും കാണണം മലയാളികളെന്ന് ഞാൻ പറയുള്ളൂ. സിനിമയായിട്ട് കാണണം. അതെ, സിനിമയായിട്ട് കാണണം. അല്ലെങ്കിൽ നമ്മൾ നല്ല നല്ല പടങ്ങൾ മലയാളത്തിൽ ഇല്ലാണ്ടായി പോകും. ഇതിനെ കലാകാരന്റെ കലയായിട്ട് കാണുക. ഇതിന് വിവാദത്തിനൊന്നും ഒരു ആവശ്യമില്ല ഇതിന്റെ. തീർച്ചയായിട്ടും കലയായിട്ട് തന്നെ കാണണം. വിവാദത്തിനൊന്നും ഒരു ആവശ്യമില്ല എന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും മോനെ, ഇത് ഫസ്റ്റ് ടൈം ആണോ? സന്തോഷത്തിലാണല്ലോ. ടിക്കറ്റ് കിട്ടാൻ സന്തോഷമാണോ? കുറച്ച് ദിവസം മുമ്പ് ബുക്ക് ചെയ്യണ്ടു. അപ്പൊ കാണും. അതെ, ഓക്കെ, തീർച്ചയായിട്ടും. അപ്പം വലിയ സന്തോഷത്തിലാണ് ആളുകളെല്ലാം. ഇപ്പം എല്ലാ തിയേറ്ററിലും ആളുകൾ നിരന്നു കഴിഞ്ഞിരിക്കുന്നു. സിനിമയുടെ രീതിക്കാണ്. ഇപ്പം നമുക്കിത് ഇവിടെ നോക്കുമ്പോൾ നല്ല ആളുകളാണ്. ആളുകളെല്ലാം ഇവിടെ ഫുള്ളായിട്ട് ഇരിക്കുവാണ്. സിനിമ ഹൗസ്ഫുൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ലൊക്കേഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. ഹൗസ്ഫുൾ ആയിക്കൊണ്ടിരിക്കുന്നു. സിനിമ തുടങ്ങാൻ പോവുകയാണ്. അതിനുള്ള ഒരു തയ്യാറെടുപ്പ് തന്നെയാണ്. എന്തായാലും മലയാള സിനിമയ്ക്ക് അഭിമാന മുഹൂർത്തം തന്നെയാണ് എമ്പുരാൻ സിനിമ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് എമ്പുരാൻ സിനിമ ഏറ്റെടുത്തിരിക്കുന്നത്. സിനിമ ഇന്ന് കട്ടിംഗ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷ ആളുകൾ വരുന്നു. പക്ഷേ കട്ടിങ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വാർത്തയിൽ പറഞ്ഞിട്ടുണ്ട്, കട്ടിങ്ങിന് ഇനിയും ദിവസങ്ങളുണ്ട്. സെൻസർ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ വേഷം എത്തുന്നതിന് മുമ്പ് 3, 4, 5 പ്രാവശ്യം കണ്ടവർ തന്നെ വീണ്ടും വന്ന് കാണുന്നു. ഇപ്പോൾ അല്പം മുമ്പ് തന്നെ പറഞ്ഞ ചേച്ചി പറഞ്ഞ് മലയാള സിനിമയായിട്ട് കണ്ടാൽ ഒരു വിവാദത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നു. എന്തായാലും വനിതയിലാണ് ഈ സിനിമ ഓടുന്നത്. സിനിമയ്ക്ക് വരുന്ന വഴിയാണോ അതോ എവിടെ വരുന്നത്? അങ്ങനെ വളരെ പ്രതീക്ഷയോട് കൂടിയല്ലോ അല്ലേ? ആൾക്കാരുടെ അഭിപ്രായമൊക്കെ കേട്ടിരുന്നു നേരത്തെ. എന്നാലും നമ്മൾ കണ്ടു വിലയിരുത്താം അല്ലേ? ഓക്കെ, അങ്ങനെ തന്നെയല്ലോ അഭിപ്രായം. தமிழ்ல பேசுங்க. என்ன பேசுங்க? எப்படி பாக்குறீங்க இந்த film? இந்த film எப்படி பாக்குறீங்க? எம்புரான் ஃபர்ஸ்ட் டைம் நானும் பார்க்கல. பார்க்கல, இனிமே தான் பார்க்கணும். ഹൈപ്പ് ഇருக்கு, பார்த்துட்டு வந்து சொல்றேன். ഓക്കേ, അപ്പോൾ ഹൈപ്പ് ഉണ്ട്, பார்த்துட்டு വന്ന് പറയാം. അങ്ങനെയല്ലേ സുന്ദര പറഞ്ഞേ? കണ്ടിട്ട് പറയാമെന്നല്ലേ? സുന്ദര തമിഴുള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. എന്തായാലും ഈ സിനിമ, എമ്പുരാൻ സിനിമയുടെ ഒരു വരവേൽപ്പ് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാവിലത്തെ ഷോ കഴിഞ്ഞ് ആളുകൾ പോയി, അടുത്ത ഷോയ്ക്ക് ആളുകൾ വരുന്നു. ഇവിടെ എല്ലാ സ്ക്രീനിലും 4 സ്ക്രീനിലും എമ്പുരാൻ സിനിമ തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. 4 സ്ക്രീനിലും. അത് ഈ സിനിമ റിലീസ് ചെയ്ത അന്ന് മുതൽ ഇവിടെ 4 സ്ക്രീനിലും എമ്പുരാൻ ഓടിക്കൊണ്ടിരിക്കുന്നു. അത് കാണാനുള്ള തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നു. എന്തായാലും മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാവുന്ന എമ്പുരാൻ സിനിമ. എന്ത് വിവാദമുണ്ടായാലും, ആദ്യ ഖേദപ്രകടനം നടത്തിയാലും, ആരൊക്കെ ഖേദപ്രകടനത്തിന് വേണ്ടി അതിനെ പേന ചലിപ്പിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും വകവെക്കാതെ മലയാളികൾ സിനിമ കാണാൻ ഇവിടെ എത്തുന്ന ഒരു സിറ്റുവേഷനാണ്. കേരളത്തിലൊട്ടാകെ ഈ സിനിമയ്ക്ക് വലിയ വിജയമാണ്. അതിനപ്പുറത്തേക്ക് GCCയിലും യൂറോപ്പിലും അതിന് മറ്റ് സംസ്ഥാനങ്ങളിലും വലിയ വിജയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയുടെ ഒരു കുതിപ്പാണ് നമ്മൾ കാണുന്നത്. മണിക്കൂറിൽ 23,000-24,000 ടിക്കറ്റ് വെച്ച് പോകുന്നു ഇപ്പോഴും. എന്തായാലും പെരുന്നാൾ ദിവസം കൂടിയാണ്. അതുകൊണ്ട് തന്നെ തിയേറ്ററിലേക്ക് നിരവധി ആളുകളാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.